അനന്തുവിനെ വിവാഹം കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ ചത്തു കളയുമെന്ന മകളുടെ വാക്കുകൾക്ക് മുന്നിൽ അവളുടെ ഇഷ്ടം അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത് വീട്ടുകാർ. തുടർന്ന് ഏറെ നാളത്തെ പ്രണയത്തിന് പിന്നാലെ അനന്തുവുമായുള്ള മോതിരമാറ്റ ചടങ്ങ് നടന്നു. എന്നാൽ താൻ ഇത്രയും നാൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച അനന്തുവിന്റെ തനി സ്വരൂപം പുറത്തുവന്നത് മോതിരമാറ്റ ചടങ്ങുകൾക്ക് പിന്നാലെ. വിവാഹത്തിനിനി ദിവസങ്ങൾ മാത്രം. മകളുടെ സന്തോഷം കാണാൻ എല്ലാം ചെയ്തു നൽകിയ അച്ഛനും അമ്മയ്ക്കും ഒടുവിൽ കാണേണ്ടി വന്നത് മകളുടെ ചേതനയറ്റ ശരീരം. ആലപ്പുഴയിൽ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പ്രതിസുത വരൻ പിടിയിലായിരിക്കുന്നത്. ഇതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം പുറത്തുവരുന്നത്. വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് പ്രതിസുത വധു കാവാലം പഞ്ചായത്ത് നിവാസിയായ 25-കാരി ആതിര തിലക് എന്ന യുവതി വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് കാവാലം പത്തൽച്ചിറ വീട്ടിൽ 26-കാരനെ അനന്തുവിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കൈനടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവരും സ്നേഹത്തിലായതിനെ തുടർന്ന് വീട്ടുകാരാണ് ഇക്കഴിഞ്ഞ നവംബർ 13-ന് മോതിരമാറ്റ ചടങ്ങ് നടത്തിയത്. എന്നാൽ ജനുവരി 5-ാം തീയതി അനന്തു ആതിരയുടെ വീട്ടിലെത്തുകയും തുടർന്ന് അനന്തു വഴക്കിടുകയും ശാരീരികമായി ആതിരയെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിൽ പ്രതിസുത വധു ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം. പലപ്പോഴും പ്രണയമൊക്കെ വിവാഹത്തിലെത്തി കഴിയുമ്പോൾ മാത്രമായിരിക്കും ഇവരുടെയൊക്കെ തനി സ്വരൂപം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പെരുമാറ്റം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയുക. ഇതിന് പിന്നാലെ ആയിരിക്കും സ്ത്രീധനവും അതുപോലെ തന്നെ കാശും പണവും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ഇവരുടെ കാടത്തമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ പുരുഷനുമായി അല്ലെങ്കിൽ ഈ യുവാവുമായി ജീവിക്കുക എന്നതാണ് ഈ പെൺകുട്ടിയെയും ഇവിടെ അലട്ടിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇനിയുള്ള ജീവിത അവസാനം വരേക്കും ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒപ്പം താമസിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിക്കൊപ്പം ജീവിതം നയിക്കണോ എന്നുള്ള ഒരു ആശങ്കയ്ക്കൊടുവിൽ തന്നെയാണ് ഇപ്പോൾ ആതിരയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആതിരയും ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കുറച്ചൊന്നുമല്ല നമ്മുടെ ഈ നമ്പർ 1 കേരളത്തിൽ അരങ്ങേറുന്നത് എന്നത് വേണം വ്യക്തമാക്കാൻ. ഇതിനു മുമ്പും ഇത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് പ്രതിസുത വധു ആത്മഹത്യ ചെയ്ത സംഭവം പുറത്തുവരുന്നത്. നെടുമങ്ങാട് വലിയമല സ്റ്റേഷൻ പരിധിയിൽ കുരിയാത്തി ശ്രീകൃഷ്ണ വിലാസത്തിലെ ശ്രീകുമാറിന്റെ മകളെ ആതിര ശ്രീകുമാർ ആയിരുന്നു ഇക്കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. അതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞവർ തന്നെ കല്യാണം ഉറപ്പിച്ചതിന് പിന്നാലെ സ്ത്രീധനം ആവശ്യപ്പെട്ടു വന്നു. ഇതോടെ പലതവണകളായി വരന്റെ വീട്ടുകാർ പണം വാങ്ങുകയും ഇനിയും പണം തന്നില്ലെങ്കിൽ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞതോടെ പ്രതിസുത വധു ജീവനൊടുക്കിയ വാർത്തകളാണ് പുറത്തുവന്നത്. പ്രതിസുത വരനായിരുന്നു ഈ സംഭവത്തിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. 2022 നവംബർ 13-ാം തീയതി നടന്ന സംഭവമാണിത്. പനയമുട്ടം സ്വാതി ഭവനിൽ സോനുവുമായിട്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടത്തിയത്. 2023 ഏപ്രിൽ മാസം 30-ന് വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിവാഹം നടക്കാനിരിക്കവെയാണ് പ്രതിസുത വധു ആത്മഹത്യ ചെയ്ത വിവരം ഞെട്ടലോടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിയുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ തുടർന്ന് പരാതിയുമായി രംഗത്തെത്തി. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ആദ്യ 2 മാസം ആതിരയുമായി സോനു നല്ല ബന്ധത്തിലായിരുന്നു. പിന്നീട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് കൺസ്ട്രക്ഷനിൽ ജോലിയുണ്ടെന്ന് അവകാശപ്പെടുന്ന സോനുവിന്റെ സ്വഭാവത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടാണ് ബന്ധുക്കൾ മനസ്സിലാക്കിയത്. തുടർന്ന് ആതിരയുടെ കയ്യിൽ നിന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് സോനു പണം വാങ്ങിയിരുന്നു. തിരുവനന്തപുരം SK ആശുപത്രിയിൽ 6 വർഷമായി ആതിര ജോലി നോക്കുകയായിരുന്നു. ആതിരയ്ക്ക് ജോലി ചെയ്ത് കിട്ടിയ ശമ്പളവും ഗൾഫിൽ ജോലി നോക്കുന്ന സഹോദരന്റെ കയ്യിൽ നിന്നും ഒക്കെ തന്നെ സോനു പലതവണ പണം വാങ്ങിയിരുന്നു. പിന്നീട് ഇതെല്ലാം തന്നെ സ്ത്രീധന പണമാണെന്ന് പറയുകയും ഇനിയും പണം ലഭിച്ചില്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു സോനു ചെയ്തത്. സോനു കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നെന്ന് ഫോണിലൂടെ ഈ പെൺകുട്ടിയെ വിളിച്ചറിയിക്കുകയായിരുന്നു. കല്യാണ ലെറ്റർ ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിന് പിന്നാലെയാണ് പെട്ടെന്ന് കല്യാണത്തിൽ നിന്ന് ഇവർ പിന്മാറുമെന്ന് പെൺകുട്ടിയെ അറിയിക്കുന്നത്. ഇതോടെയാണ് ആതിര ആത്മഹത്യ ചെയ്തെന്നാണ് ബന്ധുക്കളടക്കം വ്യക്തമാക്കിയത്. അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര പറഞ്ഞതായി ബന്ധുക്കൾ തന്നെ ആരോപിച്ചിരുന്നു. അതേസമയം ഇന്നും സ്ത്രീധനം വില്ലനായി തന്നെയാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ വിവാഹത്തിന് മുൻപ് വധൂവരന്മാർക്ക് കൗൺസിലിംഗ് നൽകുന്നതും വധുവിന് രക്ഷിതാക്കൾ നൽകുന്ന സമ്മാനം പരമാവധി 1 ലക്ഷം രൂപയും 10 പവൻ മാത്രമേ ആകാളൂ എന്നൊക്കെ ഒരു നിബന്ധനകളൊക്കെ വെച്ചിരുന്നത്. ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി സ്ത്രീധന നിരോധന ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികളും സർക്കാർ തുടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.